Good morning, my dears. Today our next topic is production function. Production function, what is meant by production function? The functional relationship between input and output is called as production function. നമ്മൾ ഓൾറെഡി what is meant by production എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ഷനിലെ കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ ദർ ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇവിടെ ദറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻപുട്ട് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട്. അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ദറ്റ് മീൻസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സ്റ്റേറ്റ്സ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് which can be produced from any selected combination of inputs. That means it states the minimum quantities of input that is necessary to produce a given quantity of output. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് ഗിവൺ ലെവൽ ഓഫ് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ടുകളെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ്, അതിനെയാണല്ലോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് what is meant by പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ the functional relationship between input and output is called as production. That is maximum quantity of output which can be produced from any selected combination of input. നമുക്ക് പറ്റാവുന്ന ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ കിട്ടാവുന്ന എല്ലാ ഇൻപുട്സുകളും യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സ്റ്റേറ്റ്സ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എനി സെലക്ടഡ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്. That means, in other words, it states the minimum quantities of input that are necessary to produce given level of output. അതായത് ഇൻപുട്സുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. Then the mathematically it is called as functional relationship. Production function is equal to mathematically production function. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് കാണിക്കാം ദറ്റ് ഈസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏതൊക്കെയാണ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ലാൻഡ്, ക്യാപിറ്റൽ, ടെക്നോളജി എക്സെട്ര. ദെൻ ദർ ഈസ് എക്സെട്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഇത് ക്യൂ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട്. ഇവിടെ നമുക്ക് ക്യൂ എന്ന് പറയുന്ന ടൈമിനെ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യാം, ഔട്ട്പുട്ട് ആവാം. ദെൻ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി എക്സെട്ര. അതായത് എൽ ഈസ് ഈക്വൽ ടു ലേബർ, ലാൻഡോ ലേബറോ കൊടുക്കാം. കെ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് കൺസിഡർ ചെയ്യാം. ടെക്നോളജി ടി ഈസ് ഈക്വൽ ടു ടെക്നോളജി എന്ന് പറയാം, ടെക്നോളജി. ആൻഡ് എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അതർ ഫാക്ടേഴ്സ്, എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അതർ ഫാക്ടേഴ്സ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അതെന്തായി മാറുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലാൻഡും ലേബറും ക്യാപിറ്റലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻപുട്സും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് പ്രോസസ്സാക്കി മാറ്റുന്നു. ദാറ്റ് പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയുക? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മീൻസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ദെൻ ഔട്ട്പുട്ടിനെ ക്യൂ എന്ന് പറയുന്നു. ക്യൂ ഈസ് ഈക്വൽ ടു ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, എഫ് ഫോർ ഫങ്ഷൻ, ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി എക്സെട്ര. ദെൻ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ദറ്റ് ഈസ് അതർവൈസ് നമുക്ക് എന്ത് പറയാം? F1, F2 വേറെ ഏതെങ്കിലും നമുക്ക് ഫോർമുലാസ് കൊടുക്കാം. ക്യൂ ഈസ് ഈക്വൽ ടു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫങ്ഷൻ ഓഫ് 1, ഫങ്ഷൻ ഓഫ് 2, ഫങ്ഷൻ ഓഫ് 3. ഏതൊക്കെ ഇൻപുട്സുകളാണോ നമ്മൾ എടുക്കുന്നത് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ production function largely determined by the level of technology. The production function varies with the changes in technology. ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യും. വെനെവർ ടെക്നോളജി ഇംപ്രൂവ്സ് ന്യൂ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. Therefore, in the modern times, the output depends not only the traditional factors of production but also on the level of technology. The production function can be expressed in an equation in which the output is the dependent variable and input are the independent variable. അതായത് ഡി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഇക്വേഷൻ വിച്ച് ദ ഔട്ട്പുട്ട് ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്ട് ആർ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ക്യൂ എന്ന് പറയുന്നതാണ് ഇവിടെ ഔട്ട്പുട്ട്, ഈ പറയുന്നതെല്ലാം തന്നെ ഇൻപുട്സ് ആണ്.
അപ്പോൾ ഈ ഇൻപുട്സിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജീസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അതിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ പറയുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും Q ഈസ് ഈക്വൽ ടു ഇവിടെ ഡിപ്പെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും, അതേസമയം ഇൻപുട്സ് എല്ലാം തന്നെ ഇൻഡിപെൻഡൻറ്റുമാണ്. ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എത്രയാണോ എടുക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ഇപ്പോൾ ക്യാപിറ്റൽ നമ്മൾ 50,000 എടുക്കുന്നു, ക്യാപിറ്റൽ നമ്മൾ 1 lakh എടുക്കുന്നു. തീർച്ചയായിട്ടും അതെന്ത് കൂടുന്നുണ്ട്, ഇൻപുട്സ് കൂടുന്നുണ്ട്. 50,000 ഉള്ളത് 1 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് കൂടുന്നു. റോ മെറ്റീരിയൽസ് നമുക്ക് എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എടുക്കുന്നു. അപ്പോൾ തന്നെ അവിടെ എന്ത് ഔട്ട്പുട്ട് അതിനനുസരിച്ച് പ്രൊപ്പോർഷണേറ്റ് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കൂടുകയും ഇൻപുട്ട് കുറയുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഇൻപുട്സും എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ഇൻപുട്സും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഔട്ട്പുട്ടുകളെല്ലാം തന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇൻപുട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഇൻപുട്സും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എല്ലാ ഔട്ട്പുട്ട്സും ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. തന്നെ അവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ദർ ആർ 2 types ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. In the short run production function, the quantity of only one input varies while all other inputs remain constant. In the long run production function, all inputs are variable. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. എന്താ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദ നെക്സ്റ്റ് വൺ ഈസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. In short run production function, quantity of one input is varies while all other factors are remain constant. In the long run production function, all inputs are variable. Then ഇവിടെ പറയുന്ന ഫസ്റ്റ് പോയിന്റിൽ that is in the short run production function, the quantity of only one input varies while all other input remain constant. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ എല്ലാ ഇൻപുട്സിലും ഒരു ഇൻപുട്ട് മാത്രം വാരി ചെയ്യുകയും ബാക്കി എല്ലാ ഇൻപുട്സുകളും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് പറയാം. അതായത് ഷോർട്ട് റൺ ആണ്, വളരെ സമയം നമുക്ക് വളരെ ലിമിറ്റേ ഉള്ളൂ. അതിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ഷൻ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ലേബർ എന്ന് പറയുന്ന വേരിയബിൾ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അതാണ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. അത് നമുക്ക് പഠിക്കാനുണ്ട്, നമ്മളത് പിന്നീട് പഠിക്കും. ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രം ചേഞ്ച് ചെയ്യുകയും മറ്റെല്ലാ വേരിയബിൾസും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും, അതായത് ഇപ്പോൾ ഈ പറയുന്നതിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ Q ഈസ് ഈക്വൽ ടു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ, ക്യാപിറ്റൽ, ലാൻഡ്, ടെക്നോളജി എക്സെട്ര ഇതൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ലേബർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രം ചേഞ്ച് ചെയ്യുകയും ബാക്കി എല്ലാ ഇൻപുട്ടുകളും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യാമെന്നുണ്ട് വെച്ചാൽ ദെൻ ആ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ എന്താ പറയുക, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. എല്ലാ ഇൻപുട്സും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതിൽ പഠിക്കാനുള്ളത് വാട്ട് ആർ ദി അസംഷൻസ് ഓഫ്, അപ്പോൾ നിങ്ങളൊന്ന് കുറിച്ച് വയ്ക്കുക, വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. And then അതിലെ ഫസ്റ്റ് വൺ ഈസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദ ലെവൽ ഓഫ് ടെക്നോളജി റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം, ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മാത്തമെറ്റിക്കലി എക്സ്പ്രസ്ഡ് ആസ് Q ഈസ് ഈക്വൽ ടു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി എക്സെട്ര ആൻഡ് അതർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ദറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Production function may be classified into 2, that is long run production function and short run production function. In short run production function, only one input variable varies while all other input remain constant. In the long run production function, all inputs are variable. Then നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് വാട്ട് ആർ ദി, നിങ്ങളുടെ ബുക്കിലില്ല അതൊന്ന് കുറിച്ച് വെക്കണം, വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അസംഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ഫസ്റ്റ് വൺ ഈസ് ദ ലെവൽ ഓഫ് ടെക്നോളജി റിമെയിൻ കോൺസ്റ്റൻറ്റ്, യാതൊരു ചേഞ്ചും വരാനായിട്ട് പാടില്ല. ദ ലെവൽ ഓഫ് ടെക്നോളജി റിമെയിൻ കോൺസ്റ്റൻറ്റ്. Second one is the firm uses its input at maximum level of efficiency.
ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ദ ലെവൽ ഓഫ് ടെക്നോളജി റിമെയിൻ കോൺസ്റ്റൻറ്റ്. ടെക്നോളജിക്കലി യാതൊരു ചേഞ്ചും ഉണ്ടാവാനായിട്ട് പാടില്ല. ദ ലെവൽ ഓഫ് ടെക്നോളജി റിമെയിൻ കോൺസ്റ്റൻറ്റ്. Then second one is the firm uses its inputs at a maximum level of efficiency. അവിടെ പറയുന്നത് the firm uses its input. firm അതിൻ്റെ ഇൻപുട്ട് യൂസ് ചെയ്യുന്നു. the firm uses its input at a maximum level of efficiency. ഒരു ആ ഫേമിന് കിട്ടാവുന്ന എല്ലാ ഇൻപുട്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ അസ്യൂം ചെയ്യാനുള്ളത്. ലെവൽ ഓഫ് ടെക്നോളജി റിമെയിൻ കോൺസ്റ്റൻറ്റ്. ദ ഫേം യൂസസ് ഇറ്റ്സ് ഇൻപുട്ട് അറ്റ് മാക്സിമം എഫിഷ്യൻസി. മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ലാൻഡ് എത്രയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്യുക, ലേബർ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്യുക, ക്യാപിറ്റൽ, ഇതെല്ലാം നമ്മൾ എടുക്കുന്നതെല്ലാം തന്നെ കറക്റ്റ് പ്രൊപ്പോർഷനിലെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നതാണ്. അതിലാണ് ദ ഫേം യൂസസ് ഇറ്റ്സ് ഇൻപുട്ട് അറ്റ് മാക്സിമം ലെവൽ ഓഫ് എഫിഷ്യൻസി. ദെൻ തേർഡ് വൺ ഈസ് ഇറ്റ് റിലേറ്റ് ടു എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം. ഇറ്റ് റിലേറ്റ് ടു എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം. ഇതൊരു പർട്ടിക്കുലർ യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇറ്റ് റിലേറ്റ് ടു എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം. ദെൻ ഫോർത്ത് വൺ ഈസ് ദർ ആർ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നെയ്മലി ലേബർ ആൻഡ് ക്യാപിറ്റൽ. സാധാരണ രീതിയിൽ ലേബറും ക്യാപിറ്റലുമാണ് രണ്ട് ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എ ചേഞ്ച് ഇൻ എനി വൺ വേരിയബിൾ ഫാക്ടർ പ്രൊഡ്യൂസേഴ്സ് കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട്. അതായത് ലേബറോ ക്യാപിറ്റലോ, ലാൻഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ അത് ലോങ് റണ്ണിൽ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ, പക്ഷേ ഷോർട്ട് റണ്ണിൽ സാധിക്കില്ല. എ ചേഞ്ച് ഇൻ എനി ഓഫ് ദ വേരിയബിൾ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട്. ഏതെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടായേക്കാവുന്ന ചേഞ്ച് തീർച്ചയായിട്ടും അതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ച് ഔട്ട്പുട്ടിൽ, അതായത് ഇൻപുട്ടിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഏതിലും കൂടെ ചേഞ്ച് ചെയ്യും, ഔട്ട്പുട്ടിലും ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താ, ഇൻപുട്ട് എല്ലാം തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ തന്നെ അവിടെ എ ചേഞ്ച് ഇൻ എനി ഓഫ് ദ വേരിയബിൾ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട്. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ദ ഇൻപുട്ട് ആർ ഡിവിസിബിൾ ഇൻ ടു മോസ്റ്റ് വയബിൾ യൂണിറ്റ്. ദ ഇൻപുട്ട് ആർ ഡിവിസിബിൾ, എല്ലാ ഇൻപുട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. ദ ഇൻപുട്ട്സ് ആർ ഡിവിസിബിൾ ഇൻ ടു മോസ്റ്റ് വയബിൾ യൂണിറ്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് പലതരത്തിലുള്ള പ്രൊഡക്ഷൻ ഇൻപുട്ടിലോ ഔട്ട്പുട്ടിലോ ഒക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൽ ഏത് രീതിയിലാണ് ചേഞ്ച് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ലേബർ ക്യാപിറ്റൽ ആൻഡ് ഔട്ട്പുട്ട്. Labor, capital and output. Then first one is A, B, C, D, E, F, G, H. ഇതെല്ലാം തന്നെ ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ്. ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. 0, 0, 0. The next one is 1, 2, 5. Then ഇവിടെ ഇങ്ങനെ ചേഞ്ച് വന്നേക്കാണ്. 1, 2, 3, 4, 5, 6, 7. 0, 2, 4, 6, 6, 10, 12, 14. 0, 2, 4 ഇവിടെ 4, 6, 8 ആയിരിക്കും കേട്ടോ. 0, 2, 4, 6, 8 ഇതെല്ലാം ഡബിൾ ചെയ്തുകൊണ്ട് ലേബർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് 0, 5, 11, 18, 24, 30, 35, 40 കേട്ടോ. ഇങ്ങനെയാണ് ഇത് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതെല്ലാം ലേബറും ക്യാപിറ്റലും 0, 0. ദെൻ ഇവിടെ ലേബർ ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ലേബർ ഇൻക്രീസ് ചെയ്യാണ്. 0, 1, ദെൻ 2, 3, 4, 5, 6, 7 ഇങ്ങനെ ലേബേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 0, 2, 4, 6, 8, 10, 12 ആൻഡ് 14. ദെൻ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. 0, 5, 11, 18, 24, 30, 35, 40. ദെൻ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ
It is shown that 1 unit of labor combined with 2 unit of capital gives an output of product of 5 unit, and then 2 unit of labor and 4 unit of capital produces an output of 11 units and so on. ഇതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇതേപോലെ ലേബറോ ക്യാപിറ്റലോ ഒക്കെ നമുക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ട് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ആ ഫേമിന് സൂട്ടബിൾ ആവുന്ന രീതിയിലുള്ളൊരു കോമ്പിനേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടോ, ഇത് ലേബർ ഒന്നുകൂടെ കൂട്ടി നോക്കി, ക്യാപിറ്റൽ കൂട്ടി നോക്കി, ദെൻ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതുകയും ചെയ്തു. ഇതിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ബിയോ സിയോ ഡിയോ ഇ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ഓപ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പല മിക്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേബറോ ക്യാപിറ്റലോ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിലാണ് അതിനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് മനസ്സിലായി? ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ പറയുന്ന ലേബറും ക്യാപിറ്റലും എന്ന് പറയുന്നത് ഇത് രണ്ടും ഇൻപുട്സ് ആണ്. ലേബർ ഇൻപുട്ടാണ്, ക്യാപിറ്റലും ഇൻപുട്സ് ആണ്. ഈ ലേബറിലും ക്യാപിറ്റലും ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. ആദ്യത്തിലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻക്രീസിങ് എന്താ പറയുക, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, പിന്നെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസിലേക്ക് പോകും, പിന്നെ ഡിമിനിഷിങ് റിട്ടേൺസിലേക്ക് പോകും. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് അതിൽ തന്നെ മാനേജീരിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത്തരത്തിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മാനേജീരിയൽ യൂസസ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുന്നത്? ഇതുകൊണ്ടുണ്ടാകാവുന്ന മാനേജീരിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മാനേജ്മെൻറ്റിനെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ അപ്ലിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക, ബുക്കിലില്ല, ഒന്ന് കുറിച്ച് വെച്ചോളൂ. മാനേജീരിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ലീസ്റ്റ് കോസ്റ്റ് ഫാക്ടർ ഓഫ് combination. Second point is it helps to determine optimum level of output. And third one is it enables to plan the production. Fourth point is it helps in decision making. Now the production function is great help to the manager or business economist. Production function determines the life and span of the firm. It determines the cost and profit of a firm. Then അവിടെ ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് കോസ്റ്റ് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞ ചിലവിലെ മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കും അതിൻ്റെ ടാർഗറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഗ്രേറ്റ് ഹെൽപ്പ് ടു മാനേജർ ഓർ ബിസിനസ് എക്കണോമിസ്റ്റ്. Production function determines the life and span of the firm. It determines the cost and profit of a firm. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിനെ എത്രമാത്രം കോസ്റ്റായി എന്നറിയണം, അതുപോലെ തന്നെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. ഇതൊക്കെ അറിയണമെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ മാനേജറിയൽ യൂസസ് ഉണ്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ. ദെൻ അവിടെ ഫസ്റ്റ് പോയിന്റ് മാനേജറിയൽ യൂസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ലീസ്റ്റ് കോസ്റ്റ് ഫാക്ടർ കോമ്പിനേഷൻ. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ലീസ്റ്റ് കോസ്റ്റ് ഫാക്ടർ കോമ്പിനേഷൻ. അവിടെ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ലീസ്റ്റ് കോസ്റ്റ് ഫാക്ടർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിലെ മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. ഫസ്റ്റ് പോയിന്റ് ഇറ്റ് ഹെൽപ്സ് ടു determine least cost factor combination. The production function is a guide to entrepreneur to determine the least cost factor of production. ഒരു എൻ്റർപ്രണറെ സഹായിക്കുന്ന ഒന്നാണ് ഇത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്? ദാറ്റ് ഈസ് the production function is a guide to entrepreneur to determine the least cost factor production. Profit can be maximized only by minimizing the cost of production. Profit can be maximized. Profit നമുക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ബൈ മിനിമൈസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് കുറച്ചിരിക്കണം? കോസ്റ്റ് മിനിമൈസ് ചെയ്തിരിക്കണം. അപ്പോൾ പ്രോഫിറ്റ് ക്യാൻ ബി മാക്സിമൈസ്ഡ് ഓൺലി ബൈ മിനിമൈസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇൻ ഓർഡർ ടു മിനിമൈസ് the cost of production, input are to be substituted. The production function helps in substituting the input. The production function helps in substituting the input. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഇൻപുട്ട്. ഇൻപുട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് പോയിന്റ് എന്താണ്? മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടാകാവുന്ന യൂസസ് എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ടു
determine least cost combination of input. It helps to determine least cost combination of input. അത് മനസ്സിലാക്കാനായിട്ട്. Second point, it helps to determine optimum level of output. It helps to determine optimum level of output. Third point, it enables to plan the production. Fourth point is it helps in decision making. It helps in decision making. ഇത് 4 പോയിന്റ്സ് ആണ് അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ it helps to determine optimum level of output. It helps to determine optimum level of output. The production function helps to determine optimum level of output from a given quantity of input. In other words, it helps to arrive at the producer's equilibrium. Producer's equilibrium എന്ന് പറഞ്ഞാൽ എന്താ? Producer's equilibrium is equal to MC is equal to MR. Producer's equilibrium. Producer's equilibriumത്തിലെ MC is equal to MR. Marginal cost is equal to marginal revenue. That point is called as producer's equilibrium. But then it helps to determine optimum level of output. Then it enables to plan the production plan ചെയ്യാനായിട്ടാണ്. The production function helps the entrepreneur to plan the production. It helps in decision making. Production function is very useful to the management to take decisions regarding cost and output. It also helps in cost control and cost reduction. In short, production function helps both in the short run and long run decision making process. ഇത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ്, it helps to determine least cost combination of input. Second point, it helps to determine optimum level of output. Third point, it enables to plan the production. Fourth point is it helps in decision making process. Thus, production function is useful in managerial decision making. അതുകൊണ്ട് തന്നെ മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ഓപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. MC is equal to MR. പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് എനേബിൾസ് ടു പ്ലാൻ ദ പ്രൊഡക്ഷൻ. എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടതെന്ന് വ്യക്തമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് വെരി യൂസ്ഫുൾ ടു ദ മാനേജ്മെൻറ്റ് ടു ടേക്ക് എ ഡിസിഷൻ. ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് one is what is meant by homogeneous production function. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ എന്താണ് ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ ഓൾ ഇൻപുട്ട് ആർ ഇൻക്രീസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ, ദറ്റ് ഈസ് ഇൻപുട്ട്സ് ആർ ഹോമോജിനസ്. then that means ഇവിടെ what is meant by homogeneous in returns to scale, നമുക്ക് കിട്ടുന്ന റിട്ടേണിന് അനുപാതികമായിട്ട് all input are increased in the same proportion, input are homogeneous. ആ സമയത്താണെങ്കിൽ അവിടെ ഇൻപുട്ടുകളെല്ലാം തന്നെ ഹോമോജിനസ് എന്ന് പറയാം. what will be the impact of increase input or on output? Increase in input on output. Suppose the production function Q is equal to f of x and y. If the input x and y are increased in the same proportion, the new production function will be Q1 kr of x and y. That means if the input are increased kr times, output will increases kr times. The power of r of k is the measure of returns to scale. Since r is the measure of returns to scale, there will be three types of returns to scale. Then first one is linear homogeneous production function, non-linear production function, and non-linear. Next it is also non-linear production function. അതായത് ഇവിടെ എന്താണ് ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കാണിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ വളരെ ശരിയായിട്ടുള്ള പ്രൊപ്പോർഷനിൽ ഇൻപുട്ടിൽ എന്തെങ്കിലും വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എത്രമാത്രം വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈ ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ Q ഈസ് ഈക്വൽ ടു നമ്മളെന്താ കൊടുക്കാറുള്ള Q ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് വൈ.
എഫ് ഓഫ് എക്സ് ആൻഡ് വൈ. അവിടെ എഫ് ഓഫ് എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Functional relationship between input and output is called as production function. Then Q is equal to, ഇവിടെ കൊടുക്കുന്നത് Q is equal to f of x and y. ഈ എക്സും വൈയും എന്ന് പറയുന്നത് ഇൻപുട്സും Q എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ഈ എക്സും വൈയിലും എത്രമാത്രം വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ എത്രമാത്രം ഔട്ട്പുട്ടിൽ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് കെ ആർ ടൈംസ് ആണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. Q1 നമ്മൾ ചേഞ്ച് വരുത്താണ്. Q1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ദറ്റ് ഈസ് കെ ടൈംസ് എഫ് ഓഫ് എക്സ് ആൻഡ് വൈ. അതായത് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ചസ് ആണ്. അതായത് ഇവിടെ ഒരു യൂണിറ്റ് എടുക്കുന്നത് ഇവിടെ 2 യൂണിറ്റ് ആവാം, വൈ എന്ന് പറയുന്നത് 2 യൂണിറ്റിൽ 4 യൂണിറ്റ് ആവാം. അപ്പോൾ അതായത് ഇത് ഓൾഡും ഇത് ന്യൂ ആണ്. അതായത് ഇത് പഴയ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഉണ്ടാകുന്ന പുതിയ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ഇത്. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൽ വാരി ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കെ ആർ ടൈംസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അവിടെ ദാറ്റ് മീൻസ് ഇഫ് ഇൻപുട്ട് ആർ ഇൻക്രീസ്ഡ് കെ ആർ ടൈംസ്, ഇൻപുട്ട് കെ ആർ ടൈംസ് നമ്മൾ ഇൻക്രീസ് വരുത്താണ്, ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് ബൈ കെ ആർ ടൈംസ്. തീർച്ചയായിട്ടും ഔട്ട്പുട്ടും ഇതിന് ആനുപാതികമായിട്ട്. അപ്പോൾ ഇവിടെ ഉള്ളതിന് നമ്മൾ കെ ആർ എന്ന് പറയുമ്പോൾ ഇത്ര ടൈംസ് ഏത് കൂടി, ഇൻപുട്ട് കൂടി, അതേസമയം ഔട്ട്പുട്ട് Q എന്നുള്ളത് Q1 ആയിട്ട് മാറുകയും ചെയ്തു. Therefore output will increase by kr times the power of r of k is the measure of returns to scale. അതായത് പവർ എന്ന് പറയുന്നത് ആർ ഓഫ് കെ എത്ര ടൈംസ് ആണ്, ഇതാണ് അതിൻ്റെ ആർ എന്ന് പറയുന്നതാണ് റിട്ടേൺസ് ടു സ്കെയിൽ. അതാണ് മെഷർ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ ആറിനെയാണ് നമ്മൾ മെഷർ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. മെഷർ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, മെഷർ ഓഫ് റിട്ടേൺസ് ആർ ടൈംസ് ആണ്. അപ്പം ആദ്യത്തിൽ നിന്ന് നമ്മൾ എന്തിൽ ചേഞ്ച് വരുത്താണ്, ഇൻപുട്ടിൽ ചേഞ്ച് വരുത്താണ് ചെയ്യുന്നത്. ഇഫ് ആർ ഈസ് ഈക്വൽ ടു 1, ഇഫ് ആർ ഈസ് ഈക്വൽ ടു 1, r is equal to greater than 1, r is equal to less than 1. ഈ 3 തരത്തിലാണ് അതിൻ്റെ റിട്ടേൺസ് ഉണ്ടാവുക. r is equal to 1, then next one is r is equal to greater than 1, then third one r is equal to less than 1. r is equal to 1, it is constant returns to scale. r is equal to 1 എന്നുള്ളതാണെങ്കിൽ then that is a constant returns to scale. This is linear homogeneous production function. This is linear homogeneous production function. This is linear, that is linear homogeneous production function. Linear homogeneous production function. Linear homogeneous production function. Then ഇത് രണ്ടും നമുക്ക് എന്ത് പറയാം, നോൺ ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഇത്രമാത്രം എന്താണ് ഈ ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിൽ ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ ഓൾ ഇൻപുട്ട് ആർ ഇൻക്രീസ്ഡ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. ഇൻ അതർ വേർഡ്സ് ഇൻപുട്ട് ആർ ഹോമോജിനസ്. അതായത് ഇൻപുട്ടുകളെല്ലാം തന്നെ ശരിയായിട്ടുള്ള അനുപാതത്തിൽ സെയിം പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണോ, ഇൻപുട്ട് കൂട്ടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് തന്നെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൽ ചേഞ്ച് വരുത്തുന്നു. ഹോമോജിനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തിരിക്കണേ വെച്ചാൽ അതേസമയം ഔട്ട്പുട്ടും അവിടെ എന്ത് ചെയ്തിരിക്കണം, ഒരു യൂണിറ്റ് തന്നെ ഇൻക്രീസ് ചെയ്തിരിക്കണം. അപ്പോൾ ഓരോ യൂണിറ്റ് ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഓരോ യൂണിറ്റും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹോമോജിനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലീനിയർ ഹോമോജിനിയസ് പ്രൊഡക്ഷൻ. ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് തന്നെ ഔട്ട്പുട്ട് കൂടുകയും ഇൻപുട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ട് തന്നെ ഔട്ട്പുട്ട് കുറയുന്നുണ്ടെങ്കിൽ ദെൻ ആ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ എന്താ പറയുക, ലീനിയർ ഹോമോജിനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് ഒന്നുകിൽ ഹോമോജിനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, നോൺ ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ രണ്ട് തരത്തിലാവാം. അതെന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1. ആർ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അതൊരു ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ദിസ് ഈസ് നോൺ ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് നോൺ ലീനിയർ ആണ്. അതായത് ഒരു യൂണിറ്റ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തപ്പോഴേക്കും 2 യൂണിറ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ദറ്റ് ഈസ് നോൺ ലീനിയർ
പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇനി പറയുന്നത് ഇൻപുട്ട് കൂട്ടുകയും ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഓർ നോൺ ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ മൂന്നിലും ഫസ്റ്റിലെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആണ്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആയിരിക്കും. ദെൻ സെക്കൻഡ് വണ്ണിലെ നമുക്ക് പറയാം ഇൻക്രീസിങ് റിട്ടേൺസ് ആയിരിക്കും, ഇൻക്രീസിങ് റിട്ടേൺസ്. തേർഡ് കേസിൽ ഡിക്രീസിങ് റിട്ടേൺസ്. ഇതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയാനുള്ളത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹോമോജിനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ R is equal to measure of returns. R is equal to 1, that is also called as constant returns, linear homogeneous production function. R is greater than 1, that is non-linear, that is increasing returns. R is less than 1, non-linear decreasing returns. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Then next point is what is meant by Cobb-Douglas production function. Cobb-Douglas production functionലെ Cobb-Douglas production function അതുകൂടെ നോക്കാം. Cobb-Douglas production function. Cobb-Douglas production function that is QE is equal to KL 3/4 C 1/4. L plus C is equal to 3/4 plus 1/4 is equal to 1. Cobb-Douglas production function വായിക്കാം. That means Paul H. Douglas and C.W. Cobb of the USA have studied the production of the American manufacturing industries and they formulated a statistical production function. It is അവർ രണ്ടുപേരും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ഇത്, Cobb-Douglas production function. Then Cobb-Douglas production function, it is popularly known as Cobb-Douglas production function. Cobb-Douglas production function refers to production function in which one input can be substituted by the other but to limited extent. അവിടെ എഴുതി വയ്ക്കുക, കുറിച്ച് വയ്ക്കുക. What is meant by Cobb-Douglas production functionലെ ഒരു പോയിന്റ് എഴുതി വയ്ക്കുക. Cobb-Douglas production function refers to the production function in which one input can be substituted by other but to a ലിമിറ്റഡ് എക്സ്റ്റൻസ്. ഒരു ഇൻപുട്ട് നമുക്ക് മാക്സിമം ഇൻക്രീസ് ചെയ്ത് നോക്കാം, മറ്റേ സെർട്ടൈൻ എക്സ്റ്റൻറ്റ് ഒരു പരിധിവരെ നമുക്ക് ഒരു യൂണിറ്റ് ഇൻപുട്ട് കൂട്ടി നോക്കാം, അതിനനുസരിച്ച് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒന്നിന് പകരം മറ്റൊന്നിൽ ചേഞ്ച് വരുത്താം എന്നുള്ളതാണ്. അപ്പോൾ Cobb-Douglas production function refers to production function in which one input can be substituted. അതായത് ക്യാപിറ്റലിന് പകരം നമുക്ക് ഒരു പരിധിവരെ ലേബർ ഉപയോഗിക്കാം. അപ്പോൾ ക്യാപിറ്റൽ കുറയ്ക്കുക, ലേബർ കൂട്ടുക, അപ് ടു എ സെർട്ടൈൻ എക്സ്റ്റൻറ്റ് ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ലേബറും ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കണം. ഇതാണ് പ്രൊപ്പോർഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ലേബർ 3/4 ആണെങ്കിൽ ക്യാപിറ്റൽ 1/4 ആയിരിക്കണം. ഇനി ലേബർ ഇതിനേക്കാളും കുറച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്യാപിറ്റൽ ആഡ് ചെയ്യണം. ആൻസർ ഇപ്പോഴും എന്തായിരിക്കണം, 1 ആയിരിക്കണം. അതാണ് പറയുന്നത് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു K ഇൻറ്റു K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കെയും അതുപോലെ തന്നെ ഇവിടെ എയും വേറൊരു ഫോർമുല കൂടെ കൊടുത്തിട്ടുണ്ട്. K ഈസ് ദെൻ Q ഈസ് ഈക്വൽ ടു K ഇൻറ്റു L റേസ് ടു A C റേസ് ടു 1 മൈനസ് A. ഇങ്ങനെയാണ് ഫോർമുല കൊടുത്തിരിക്കുന്നത്. അതായത് Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റാണ്, ചേഞ്ച് എത്രമാത്രം വരുന്നത്. L റേസ് ടു A എന്ന് പറയുന്നത് C റേസ് ടു 1 മൈനസ് A ആണ്. അതായത് L 3/4 ആണെങ്കിൽ C എന്തായിരിക്കും, 1/4 ആയിരിക്കണം. അതേപോലെ തന്നെ L 1/2 ആണ് എടുക്കുന്നതെങ്കിൽ C 1/2 ആയിരിക്കണം. എങ്ങനെ എടുക്കുകയാണെങ്കിലും ആ പ്രൊപ്പോർഷൻസ് അത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൂട്ടുന്നുണ്ടെങ്കിൽ ദെൻ അവിടെ മറ്റൊരു ഇൻപുട്ട് കുറയ്ക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് കുറയ്ക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഇൻപുട്ട് കൂട്ടുകയും വേണം. അതായത് ഇവിടെ എയും 1 മൈനസ് എയും ആണ് കൊടുത്തിരിക്കുന്നത്. 3/4 പ്ലസ് 1/4 ഈക്വൽ ടു 1 എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ Cobb-Douglas production function എന്ന് പറയുന്നത്? Cobb-Douglas production function refers to production function in which one input can be substituted by other but to a limited extent. ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഒരു ഇൻപുട്ട് കുറച്ച് മറ്റൊരു ഇൻപുട്ട് കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ആൻഡ് ലേബർ ക്യാൻ യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ ബട്ട് ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ഓൺലി. ദറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു K ഇൻറ്റു L റേസ് ടു A, ദറ്റ് ഈസ് C റേസ് ടു 1 മൈനസ് A. Q is equal to output, L is equal to labor, C is equal to capital, and K and A are positive constant. നിങ്ങളുടെ ബുക്കിലും അതേപോലെ കൊടുത്തിട്ടുണ്ട്. ദെൻ Q is equal to X1 raised to alpha, then X2 raised to beta എന്നൊക്കെ പറയുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. T ടൈംസ് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യാം, 3 തരത്തിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവാം. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഒന്നുകിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആവാം, അല്ലെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ആവാം, അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ആവാം. അതായത് ഇൻപുട്ടിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇഫ് വാല്യൂ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ക്യാൻ ബി കാൽക്കുലേറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വെച്ചാൽ ദ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആയിരിക്കാം. കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് എങ്ങനെയാണ് വരിക? R ഈസ് ഈക്വൽ ടു 1. നമ്മൾ മാറ്റം വരുത്തുന്ന ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ R ഈസ് ഈക്വൽ ടു 1. അതിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ടും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ R ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ദെൻ കോൺസ്റ്റൻറ്റ് റിട്ടേൺസും, R ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസും, R ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെ ഡിക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുന്നു. ഇതാണ് അതിൽ പഠിക്കാനുള്ളത്. ദെൻ റിട്ടേൺസ് ടു എ ഫാക്ടർ ദറ്റ് ഈസ് 2-3 പോയിന്റ് കൂടെ നോക്കാനുണ്ട്. അതിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? 4 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കും. അപ്പോൾ എന്താണോ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് എഴുതിയിരിക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ യൂസ്ഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ആണ് ഇത്, ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ഓൾ ഇൻഡസ്ട്രീസ്. എല്ലാ ഇൻഡസ്ട്രീസിലും നമുക്കിത് യൂസ് ചെയ്യാം. It is useful in international and inter-industry comparison. Same time, it is more popular in empirical research. It is useful in interpreting in the macroeconomic result. അതായത് ഒരു എംപിരിക്കൽ റിസർച്ചിൽ പോപ്പുലറായിട്ട് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇൻ്റർനാഷണൽ ആൻഡ് ഇൻ്റർ ഇൻഡസ്ട്രി കമ്പാരിസൺ. ദെൻ 5th പോയിന്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഇൻ്റർപ്രറ്റിംഗ് ദ മാക്രോ എക്കണോമിക് റിസൾട്ട്. Limitations of Cobb-Douglas production function. It includes only 2 factors. It neglect other input. അതായത് ഏതെങ്കിലും 2 വേരിയബിളിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, മറ്റെല്ലാ ഇൻപുട്സിനെയും അവോയ്ഡ് ചെയ്യുന്നു. ഇറ്റ് അസ്യൂംസ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. എപ്പോഴും അതൊരു കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആണ് കിട്ടുക എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ് ആവാം, ചിലപ്പോൾ ഡിക്രീസിങ് റിട്ടേൺസ് ആവാം. ഇറ്റ് അസ്യൂംസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ ഫാക്ടർ മാർക്കറ്റ്. ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക് കോൺസെപ്റ്റ്. ഇതൊരു അൺറിയലിസ്റ്റിക് കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. There is the problem of measurement of capital which takes only the quantity of capital available for production. It is based on the substitutability of factors. ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുന്നതിനുള്ള ആ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയെ ബേസ് ചെയ്തിരിക്കുന്നു. ഇറ്റ് നെഗ്ലക്റ്റ് കോംപ്ലിമെൻ്ററി ഓഫ് ഫാക്ടേഴ്സ്. ഇതിൻ്റെ കോംപ്ലിമെൻ്ററിയെ അഫക്റ്റ് ചെയ്യുന്നു. ഇനി നമ്മളോട് പറയുന്നത് റിട്ടേൺസ് ടു എ ഫാക്ടർ, റിട്ടേൺസ് ടു ആൻ ഇൻപുട്ട്. ടോട്ടൽ പ്രോഡക്റ്റ് TPP. The production function given in a table does not show the contribution of single input towards production. To find out these contributions separately, it is possible to vary the amount of one input while keeping the amount of the other input constant. Such a production function gives rise to the important concept. First one is TPP, total physical product. MPP, marginal product or marginal physical product. Then third one is average product or average physical product. Total product refers to total output at a particular level of employment of a variable input, keeping all other input constant. Average product is the output produced per unit of a variable input. This can be found by dividing total output by number of unit. Total product എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുക, total output refers to total output of a particular level of employment of variable input, keeping other input are constant. നമ്മൾ എന്തെങ്കിലും ഇൻപുട്ടിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എത്രമാത്രം ഔട്ട്പുട്ട് ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് that is employed and output, അതായത് 10 units then total output divided by total input. മാർജിനൽ എന്ന് പറയുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ അഡീഷൻ മെയ്ഡ് ടു എ ടോട്ടൽ പ്രോഡക്റ്റ് ത്രൂ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് എത്ര ഔട്ട്പുട്ട് ഉണ്ടായി എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ 3 പോയിന്റ് മേലൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളതാണ്. മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഇൻ ദ സെയിം മാനർ ആസ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം ടോട്ടൽ യൂട്ടിലിറ്റി.
If the total product produced by 10 unit of labor is 250 unit and total product produced by 11 unit of labor is 270 unit. അതായത് 10 യൂണിറ്റ് ഇൻപുട്ട് യൂസ് ചെയ്തപ്പോൾ 250 യൂണിറ്റ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും എന്നാൽ 11 യൂണിറ്റ് ഇൻപുട്ട് ആഡ് ചെയ്തപ്പോൾ 270 ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ എത്രമാത്രം അതിൻ്റെ ടോട്ടലിൽ ചേഞ്ച് വന്നിരിക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മളോട് എന്ത് പറയുന്നത്, മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 3 ടേംസാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്: ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിലെ ലോ ഓഫ് പ്രൊഡക്ഷൻ പഠിക്കും. ലോ ഓഫ് പ്രൊഡക്ഷനിലെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനൊക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കാം. അപ്പോൾ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് നോക്കാം. ദെൻ വാട്ട് ഈസ് മെൻ ബൈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? എന്താ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? The functional relationship between input and output is called as production function. The functional relationship between input and output is called as production function. Functional relationship between input and output is called as production function. Then next assumptions of production function പഠിച്ചു നമ്മൾ. അതേസമയം importance of production function. Assumptions, that is Q is equal to functional relationship between labor, capital, technology and number of other units. Managerial uses എന്തൊക്കെയാണ്? It helps to determine least cost combination. It helps to determine optimum level of output. It enables to plan the production. It helps to decision making process. അത്രയും നമ്മളതിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ പ്രൊഡക്ഷൻ അസംഷൻസും പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താ? കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെഫേഴ്സ് ടു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ വിച്ച് one input factor can be substituted by other but to a limited extent. ഒരു ഇൻപുട്ട് ഫാക്ടറിലെ ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് അതിന് പകരം മറ്റൊരു ഇൻപുട്ട് യൂസ് ചെയ്യാം. കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെഫേഴ്സ് ടു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ വിച്ച് വൺ ഇൻപുട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ അതർ ബട്ട് ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻസ്. ഒരു പരിധി വരെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതിനെയാണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Q is equal to K into L raised to A, then L raised to A, C raised to 1 minus A. That is L raised to 3 by 4 is and C raised to 1 by 4. That is 3 by 4 plus 1 by 4 is equal to 1. അതായത് ലേബർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ലേബർ കൂട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ കുറയ്ക്കേണ്ടി വരും, ലേബർ കുറച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കൂട്ടേണ്ടി വരും. ഇങ്ങനെ ഇത് രണ്ടും കൂട്ടുകയും കുറച്ച് സെയിം പ്രൊപ്പോർഷനിൽ തന്നെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് 100-ൽ 70% ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞാൽ 30% ലേബർ എടുക്കണം. ദെൻ അത് മാറ്റിയിട്ട് 50% ക്യാപിറ്റലാക്കി കഴിഞ്ഞാൽ 50% ലേബർ എടുക്കേണ്ടി വരും. അങ്ങനെ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്ന 100 എന്ന് പറയുന്നത് 100 തന്നെ ആയിരിക്കണം. ഇതാണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. ഇൻപുട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട്, അതായത് ആ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്ത് തന്നെ നിർത്തുക. എന്നിട്ട് ഔട്ട്പുട്ട് കൂടുകയോ കുറയുന്നുണ്ടോ നോക്കാം. അങ്ങനെ കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 3 തരത്തിലാവാം. ഒന്നുകിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ആവാം, അതല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ആവാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ആയിരിക്കാം. ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ അതേപോലത്തെ ഒരു ചേഞ്ച് തന്നെയാണ് ഔട്ട്പുട്ടിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? അതൊരു കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലാണെന്ന് പറയാം. പക്ഷേ ചേഞ്ച് വരുത്തിയപ്പോൾ ഔട്ട്പുട്ട് കൂടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയാം. അതല്ല, ചേഞ്ച് വരുത്തിയപ്പോൾ ഔട്ട്പുട്ട് കുറയുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഡിക്രീസിങ് റിട്ടേൺസ് എന്ന് പറയാം. ഇങ്ങനെയാണ് നമുക്കവിടെ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുന്നത്. ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്, എല്ലാ ഇൻഡസ്ട്രീസിനും സ്യൂട്ടബിളാണ്, യൂസ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ആൻഡ് ഇൻ്റർ ഇൻഡസ്ട്രി കമ്പാരിസൺ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു എംപിരിക്കൽ റിസർച്ച് ടെക്നിക്സ് കൂടിയാണ്. പിന്നെ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എല്ലായ്പ്പോഴും 2 ഫാക്ടർ മാത്രം ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷനാണ്. ഇത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് തെറ്റായിരിക്കാം. ഇതൊരു അൺറിയലിസ്റ്റിക് കോൺസെപ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് TPP, അതായത് ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.